ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫയർബോൾട്ടിൻ്റെ ബ്ലൂടൂത്ത് കോളിംഗ് സീരീസിൽ വരുന്ന പുതിയൊരു സ്മാർട്ട് വാച്ച് അവർ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ബ്ലൂടൂത്ത് കോളിംഗ് സീരീസിൽ ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയുള്ള ഒരു വെർഷൻ, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ടോക്ക് 2 എന്ന് പറയുന്ന ഒരു വാച്ച്, സ്മാർട്ട് വാച്ചാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വാച്ച് നമ്മൾ വാങ്ങി അതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു സ്പെസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ, ഒരു റിവ്യൂ ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മൈ നെയിം ഈസ് നിതിൻ, യു ആർ വാച്ചിങ് ലെറ്റ്സ് Photowalk. ആദ്യം നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് സ്മാർട്ട് വാച്ച് വരുന്നത്. സാധാരണയുള്ള ഒരു സൈസിനേക്കാളും, അല്ലെങ്കിൽ സാധാരണയുള്ള ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് സൈസിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഫ്രണ്ടിൽ തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു സിഗ്നേച്ചർ, വിരാട് കോഹ്ലിയുടെ ഒരു പടവുമുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് സ്മാർട്ട് വാച്ച് എന്ന ഒരു ലേബലും കാണാം. ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മോഡൽ നമ്പർ BSW042 അതാണ് മോഡൽ നമ്പർ. ടോക്ക് 2 എന്നാണ് അതിൻ്റെ ഒരു പേര്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ സീരീസിൽ വരുന്ന ടോക്കിൽ 2 എന്ന് പറയുന്ന ഒരു സീരീസിലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് അവതരിപ്പിച്ചിട്ടുള്ളത്. പാക്കിംഗ് വളരെ ക്ലീൻ ആണ്, വളരെ ഡീസൻ്റ് ആണ്, വളരെ നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 1.2 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 33 mm ഒരു HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിക്സൽ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 240 × 240 240 × 240 പിക്സൽസ് ആണ് ഒരു റെസൊല്യൂഷൻ വരുന്നത്, സ്ക്രീൻ ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരസ്യത്തിൽ പറയുന്ന പോലെ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചറാണ്, അല്ലെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാനും ഫോൺ വിളിക്കാനും റിസീവ് ചെയ്യാനും വിളിക്കാനും പറ്റുന്ന ഒരു സൗകര്യം, ബ്ലൂടൂത്ത് കോളിങ്ങിനുള്ള ഒരു ഫീച്ചർ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള ഏതൊരു സ്മാർട്ട് വാച്ചിലും ഉള്ളതുപോലെ തന്നെ SpO2 മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് മോണിറ്റർ, ട്രാക്കിങ്, സ്ലീപ്പ് ട്രാക്കിങ്, എക്സർസൈസിനുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പോർട്സ് മോഡിലുള്ള ബാക്കി ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സെഡൻറ്ററി റിമൈൻഡർ അല്ലെങ്കിൽ ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ, ഫീമെയിൽ ഹെൽത്ത് ട്രാക്കർ, ഫീമെയിൽ ഹെൽത്ത് കെയർ, പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കുറച്ച് ഒരു ഫീച്ചേഴ്സ്, അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിങ് മോഡ് അല്ലെങ്കിൽ സ്പോർട്സ് മോഡ് നോക്കുകയാണെങ്കിൽ വാക്കിംഗ് മോഡ്, റണ്ണിങ്, സൈക്ലിംഗ്, റോപ്പ് സ്കിപ്പിംഗ്, 60 സ്പോർട്സ് മോഡ് ഈ ഒരു ടോക്ക് 2 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചിൽ ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. ഇൻകമിംഗ് മെസ്സേജസ്, ഇൻകമിംഗ് കോൾസ്, അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് വാച്ചിൽ കാണാനും വായിക്കാനും പറ്റും. മറ്റുള്ള സ്മാർട്ട് വാച്ചിലൊക്കെ ഉള്ളതുപോലെ തന്നെ വെതർ അപ്ഡേറ്റ്സ്, ക്യാമറ കൺട്രോൾ, മ്യൂസിക് കൺട്രോൾ, അലാം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിലും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയണമല്ലോ. ഇതിൻ്റെ ബോക്സിൽ എഴുതിയിരിക്കുന്ന പ്രൈസ് 10,000 രൂപയ്ക്ക് 1 രൂപ കുറവ്, 9,999 രൂപയാണ്. ഓഫർ പ്രൈസിൽ നമുക്ക് ഏതാണ്ട് 2,500 തൊട്ട് 3,000 വരെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. 3,000 താഴെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് പിന്നെ ഈ ഫയർബോൾട്ടിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ഓഫറും കൂടെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് 7% to 10% അത്രത്തോളം ഒരു ഓഫർ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. എങ്കിൽ തന്നെയും ഏതാണ്ട് ഒരു 2,500 ആ ഒരു റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഞാൻ ഏകദേശം ഒരു 2,500 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിയത്. എന്തായാലും നമുക്ക് ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ വാച്ചിൻ്റെ കുറച്ച് കുറച്ച് വിഷ്വൽസ്, അതിൻ്റെ ഒരു ഡിസ്പ്ലേ, വാച്ച് ഫേസസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐഫോൺ ആയിക്കോട്ടെ, അതുമായിട്ട് പെയർ ചെയ്യാനായിട്ട് DA ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്, നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വഴിയാണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതുവഴിയാണ് നമ്മൾ നിങ്ങളുടെ വാച്ചുമായിട്ട് പെയർ ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഈ ഒരു ആപ്പിനും ഉള്ളത്. അതിനകത്ത് നമുക്ക് വാച്ച് ഫേസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സർസൈസ്, നിങ്ങളുടെ സ്ലീപ്പ് ട്രാക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് അറിയാൻ പറ്റും. എത്ര സ്റ്റെപ്പ് നിങ്ങൾ നടന്നു, എക്സർസൈസിൻ്റെ ഫീച്ചേഴ്സ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, SpO2, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഓക്സിജൻ കോൺസെൻട്രേഷൻ, ബ്ലഡിലെ ഓക്സിജൻ കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ നനയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വാട്ടർ സ്പ്ലാഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഒരു മെറ്റൽ കേസാണ്, അത് വളരെ നല്ലൊരു ഫീച്ചറാണ്.
പുറമേ കാണുന്നത് ഒരു മെറ്റൽ കേസാണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡിസ്പ്ലേ, ഒരു സൈസ്, വളരെ മികച്ച രീതിയിലുള്ള അതിൻ്റെ ഒരു സ്ട്രാപ്പിൻ്റെ ഒരു ക്വാളിറ്റി തുടങ്ങിയവയെല്ലാം വളരെ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും ഒരു ഫീച്ചറും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മ്യൂസിക് പ്ലേ ബാക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പ്ലേ, പോസ്, നെക്സ്റ്റ്, പ്രീവിയസ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചില ആളുകൾക്ക് ഈ റൗണ്ട് ഷേപ്പ് ഡിസൈൻ ചിലപ്പോൾ അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഈ റൗണ്ട് ഷേപ്പാണ് ഇഷ്ടം. എനിക്ക് സ്ക്വയറിനേക്കാളും കുറച്ച് കൂടുതൽ ഇഷ്ടം ഈ റൗണ്ട് ഷേപ്പാണ്. അതുകൊണ്ട് ആണ് ഞാൻ ഈ റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തത്. ഇതേ ഫീച്ചേഴ്സ് വരുന്ന സ്ക്വയർ ഷേപ്പിലുള്ള ഫയർബോൾട്ടിൻ്റെ മറ്റു വാച്ചുകളും ഉണ്ട്. ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 5 to 8 ഡേ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് 2 ദിവസമായി. ഇതുവരെയായിട്ടും ചാർജ് വലിയ ഒരു എന്താ പറയുക ഒരു ഡ്രാമാറ്റിക് ആയിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഇതുവരെയായിട്ടും കിട്ടുന്നുണ്ട്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ എന്തായാലും ഒരു മാസത്തോളം യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് പറയാം. ഇൻബിൽറ്റ് ആയിട്ട് ഏതാണ്ട് ഒരു 4-5ഓളം വാച്ച് ഫേസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് കൂടുതൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് വാച്ച് ഫേസ്, ഏതാണ്ട് 100നും മുകളിൽ വാച്ച് ഫേസസ് ഇതിനകത്തുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് വാച്ച് ഫേസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വാച്ച് ഫേസ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലോ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡേ ലൈറ്റിലുള്ള ബ്രൈറ്റ്നസ് ഉണ്ട്. അതുപോലെ തന്നെ വൈബ്രേറ്റിംഗ് മോഡ് നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന വൈബ്രേഷൻ ഉണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സിൻ്റെ ഫീച്ചറിലേക്കാണ് പോകുന്നത്, ആ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫൈൻഡ് മൈ ഡിവൈസ് അല്ലെങ്കിൽ ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോൺ എവിടെയെങ്കിലും മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ജസ്റ്റ് കാണാതെ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോൺ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. തിയേറ്റർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ബ്രൈറ്റ്നസ് കുറച്ചും അതുപോലെ തന്നെ വൈബ്രേഷൻ ഓഫ് ചെയ്തിട്ടും ഉള്ളൊരു മോഡാണ്. തിയേറ്റർ മോഡെന്ന് വിളിക്കുന്നത് എന്താണെന്ന് അറിയില്ല. എനിവേ തിയേറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണോ, തിയേറ്ററിൽ യൂസ് ചെയ്യാനാണോ എന്നറിയില്ല. ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറിൽ നമ്മുടെ റീസെൻറ്റ് കോൾ, ഡയൽ പാഡ്, കോൺടാക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏതാണ്ട് 2.5 to 3K റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു വാച്ചാണ് ഫയർബോൾട്ടിൻ്റെ ടോക്ക് 2 എന്ന് പറയുന്ന മോഡൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഡിസ്പ്ലേ അമോലഡ് അല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു റൗണ്ട് ഡയൽ കൊടുക്കുന്ന ഒരു വാച്ചാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫയർബോൾട്ടിൻ്റെ ടോക്കോ അല്ലെങ്കിൽ ടോക്ക് 2 അങ്ങനെയുള്ള സീരീസ് മോഡൽസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ലെറ്റ്സ് ഫോട്ടോ വാക്ക്.